Welcome to Kiddo Heaven. Welcome children, welcome children. How are you? How do you do? We have lots of fun today. We have lots of fun today. Are you ready? Yes, we are ready. I hope you all are fine. Okay. Today we will learn a new letter. നമ്മൾ ഇന്ന് ഇംഗ്ലീഷിൽ ഒരു പുതിയ ലെറ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. Okay. Still now we have learned the letters from A to I. നമ്മളിപ്പോ A മുതൽ I വരെയുള്ള ലെറ്റേഴ്സുകൾ പഠിച്ചു അല്ലേ? So let's revise it together. Come on children, say with me. നമുക്ക് ആ ലെറ്റേഴ്സുകൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കിയാലോ? എൻ്റെ കൂടെ തന്നെ നിങ്ങളും പറയണേ. Are you ready? Okay. This is capital letter A, small letter A. Capital letter B, small letter B. Capital letter C, small letter C. Capital letter D, small letter D. Capital letter E, small letter E. Capital letter F, small letter F. Capital letter G, small letter G. Capital letter H, small letter H. Capital letter I, small letter I. Okay. Today we are going to learn the letter J. നമ്മൾ ഇന്ന് ഏത് ലെറ്റർ പഠിക്കാൻ പോകുന്നത്? I കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് ലെറ്റർ ആയിട്ടുള്ള J. ഒന്ന് പറഞ്ഞേ J. ഒന്നൊന്ന് ഉറക്കെ പറഞ്ഞേ J. നമ്മൾ ഇന്ന് ഏത് ലെറ്റർ പഠിക്കാൻ പോകുന്നത്? I കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ലെറ്റർ ആയിട്ടുള്ള J. ഒന്ന് പറഞ്ഞേ J. ഓക്കെ. J ലെറ്ററിന് എന്തുണ്ടായിരിക്കും? വെരി ഗുഡ്. ക്യാപിറ്റൽ ലെറ്റർ J ഉണ്ടായിരിക്കും, പിന്നെ സ്മോൾ ലെറ്റർ J ഉണ്ടായിരിക്കും. ഓക്കെ. നമുക്ക് J ലെറ്റർ എങ്ങനെ എഴുതാൻ നോക്കിയാലോ? ഓക്കെ, ഫസ്റ്റ് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ J എങ്ങനെ എഴുതാൻ നോക്കാം. ഓക്കെ, എളുപ്പമാണ്. നിങ്ങൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. സ്റ്റാൻഡിംഗ് ലൈൻ, അപ്വേർഡ് കർവ്. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ J. എങ്ങനെ എഴുതാം? സ്റ്റാൻഡിംഗ് ലൈൻ ആൻഡ് അപ്വേർഡ് കർവ്. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ J. ഓക്കേ, എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാം? പറയൂ. സ്റ്റാൻഡിംഗ് ലൈൻ എന്നിട്ടോ ഒരു അപ്വേർഡ് കർവ്. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ J. എഴുതാൻ എളുപ്പല്ലേ? ഓക്കേ, ഇനി സ്മോൾ ലെറ്റർ J എങ്ങനെ എഴുതാൻ നോക്കിയാലോ? ഇതുപോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമുള്ളൂ. എല്ലാവരും ഇവിടെ നോക്കിക്കേ. സ്റ്റാൻഡിംഗ് ലൈൻ, അപ്വേർഡ് കർവ് ആൻഡ് ഡോട്ട്. ദിസ് ഈസ് സ്മോൾ ലെറ്റർ J. എങ്ങനെ എഴുതാ? സ്റ്റാൻഡിംഗ് ലൈൻ, അപ്വേർഡ് കർവ് എന്നിട്ട് ഒരു ഡോട്ട് കൊടുത്താൽ എന്തായി? സ്മോൾ ലെറ്റർ J. ഓക്കേ, ഒന്നുകൂടെ പറഞ്ഞുതരാം. സ്റ്റാൻഡിംഗ് ലൈൻ, അപ്വേർഡ് കർവ് ആൻഡ് ഡോട്ട്. ദിസ് ഈസ് സ്മോൾ ലെറ്റർ J. ഓക്കേ, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കേ, ക്യാപിറ്റൽ ലെറ്റർ J എങ്ങനെ എഴുതും? സ്റ്റാൻഡിംഗ് ലൈൻ, അപ്വേർഡ് കർവ്. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ J. ഇനി സ്മോൾ ലെറ്റർ J എങ്ങനെ എഴുതാ? സ്റ്റാൻഡിംഗ് ലൈൻ, അപ്വേർഡ് കർവ് എന്നിട്ട് എന്താ ചെയ്യാ? ഒരു ഡോട്ട് കൊടുത്താൽ, ഇവിടെ ഒരു ഡോട്ട് കൊടുത്താൽ എന്തായി? സ്മോൾ ലെറ്റർ J. ക്യാപിറ്റൽ ലെറ്റർ J, സ്മോൾ ലെറ്റർ J. ഒന്ന് പറഞ്ഞേ. ക്യാപിറ്റൽ ലെറ്റർ J, സ്മോൾ ലെറ്റർ J. ഓക്കേ, ഇനി J ലെറ്ററിന് സൗണ്ട് വരുന്നുണ്ട്. അതെന്താണെന്നറിയോ? J സൗണ്ട് ഈസ് J. J സൗണ്ട് J. ഒന്ന് പറഞ്ഞേ J സൗണ്ട് J. J ന്റെ സൗണ്ട് എന്താ? J. ഒന്ന് പറഞ്ഞേ J. J സൗണ്ട് J. J സൗണ്ട് J. ഓക്കേ, മനസ്സിലായില്ലേ? This is capital letter J. This is small letter J. J sound J. J sound J. Okay. ഇനി നമുക്ക് J letter വെച്ചിട്ട് 4 words പഠിക്കാനുണ്ട്. ഞാൻ അതിന്റെ പിക്ചേഴ്സ് കാണിച്ചു തരാം. ഓക്കേ, ഫസ്റ്റ് വൺ. ഇതെന്താണ്? ഇതൊരു ഫ്രൂട്ട് ആണ് അല്ലേ? ഈ ഫ്രൂട്ടിന്റെ നെയിം ആർക്കെങ്കിലും പറയാൻ കഴിയോ? എന്താണ്? ജാക്ക് ഫ്രൂട്ട്. ഒന്ന് പറഞ്ഞേ ജാക്ക് ഫ്രൂട്ട്. ഒന്നുകൂടെ
കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ജാക്ക് ഫ്രൂട്ട് കഴിക്കാൻ ഇഷ്ടല്ലേ? ഓക്കെ, ഈ ജാക്ക് ഫ്രൂട്ട് എങ്ങനെയായിരിക്കും? ഇതിന്റെ ഈ പുറംഭാഗം, ഈ കാണുന്ന പുറംഭാഗം എന്താ? ഒരു തരം മുള്ളായിരിക്കും. അതിന്റെ ഉള്ളിലാണ് എന്തുള്ളത്? ജാക്ക് ഫ്രൂട്ട് ഉള്ളത് അല്ലെ? ജാക്ക് ഫ്രൂട്ട് ഒരുപാട് കളേഴ്സിലുണ്ട്. യെല്ലോ കളേഴ്സിലുണ്ട്, ഓറഞ്ച് കളേഴ്സിലുണ്ട്, അങ്ങനെ ഡിഫറെന്റ് കളേഴ്സിൽ ജാക്ക് ഫ്രൂട്ട് ഉണ്ട്. ഓക്കെ, ജാക്ക് ഫ്രൂട്ടിന്റെ സീഡ്സ് എന്താ? വലുതാണ്. പിന്നെ ഒരുപാട് സീഡ്സ് ഉണ്ടാവും അല്ലെ? ഒരുപാട് സീഡ്സ് ഉണ്ട് ജാക്ക് ഫ്രൂട്ടിന്. ജാക്ക് ഫ്രൂട്ടിന്റെ ഷേപ്പ് എന്താ? ഓവൽ ഷേപ്പിലായിരിക്കും ജാക്ക് ഫ്രൂട്ട് ഉണ്ടായിരിക്കുക അല്ലെ? ഓക്കെ, വെരി ഗുഡ്. ഇതെന്താണ്? ജാക്ക് ഫ്രൂട്ട്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. ജാക്ക് ഫ്രൂട്ട്. ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ഏതായിരിക്കും? 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 ജെ. ജെ ഫോർ ജാക്ക് ഫ്രൂട്ട്. ജെ ഫോർ ജാക്ക് ഫ്രൂട്ട്. ഓക്കെ, ഇനി അടുത്ത പിക്ചർ ഏതാ നോക്കിയാലോ? ഇതാരാന്നറിയോ? ഇതാരാന്നറിയോ? ആരാണ്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സർക്കസിലൊക്കെ പോകുമ്പോൾ ഇതുപോലെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിരിക്കും. അവർക്ക് എന്താ പറയാന്നറിയോ? അവർക്ക് ജെ വെച്ചിട്ട് ഒരു പേര് പറയും. അതെന്താന്നറിയോ? ജോക്കർ. ഒന്ന് പറഞ്ഞേ, ജോക്കർ. ഒന്നുകൂടെ പറഞ്ഞേ, ജോക്കർ. ഒന്നുകൂടെ ഉറക്ക പറഞ്ഞേ, ജോക്കർ. ഒന്നുകൂടെ പറഞ്ഞേ, ജോക്കർ. ഓക്കെ, ജോക്കറിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ജെ. ജെ ഫോർ ജോക്കർ. ഒന്ന് പറഞ്ഞേ, ജെ ഫോർ ജോക്കർ. ഓക്കെ, ഇനി അടുത്ത പിക്ചർ ഏതാ നോക്കിയാലോ? ഇവിടെ നോക്കിക്കേ, ഇതെന്താണ്? വെരി ഗുഡ്. ഇതൊരു വെഹിക്കിൾ ആണ് അല്ലെ? ഈ വെഹിക്കിളിന്റെ നെയിം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അറിയോ? ഞാൻ പറയട്ടെ, എനിക്കറിയാം. ഇതെന്താണ്? ജീപ്പ്. എന്ന് പറഞ്ഞേ, ജീപ്പ്. നിങ്ങൾ ജീപ്പ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ജീപ്പിൽ യാത്ര പോയിട്ടുണ്ടോ? കുറച്ച് പേരൊക്കെ ജീപ്പിൽ യാത്ര പോയിട്ടുണ്ട് അല്ലെ? ഓക്കെ, ഇതെന്താണ്? ജീപ്പ്. ഒന്ന് പറഞ്ഞേ, ജീപ്പ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, ജീപ്പ്. ജീപ്പിന് എത്ര വീൽസ് ഉണ്ടായിരിക്കും? 4 വീൽസ് ആണ് ജീപ്പിനുള്ളത് അല്ലെ? ഓക്കെ, പല കളേഴ്സിൽ ജീപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതെന്താണ്? ജീപ്പ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, ജീപ്പ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, ജീപ്പ്. ഓക്കെ, ജീപ്പിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ജെ. ജെ ഫോർ ജീപ്പ്. ജെ ഫോർ ജീപ്പ്. ഓക്കെ, ഇനി ലാസ്റ്റ് പിക്ചർ ഏതാ നോക്കിയാലോ? ഇതെന്താണ്? ഇത് നിങ്ങളെല്ലാവരുടെ വീടുകളിലും ഇതുണ്ടായിരിക്കും. ഇതെന്താണെന്ന് അറിയോ? എന്താണ്? ഇതിലായിരിക്കും നമ്മൾ ജ്യൂസ്, വാട്ടർ, ഇതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഈ ഒരു ഇതിന് എന്താ പറയാന്നറിയോ? എന്താ പറയാ? ജെ വെച്ചിട്ടൊരു പേര് പറയും. എന്താണെന്നറിയോ? ജഗ്. എന്ന് പറഞ്ഞേ, ജഗ്. ഒന്നുകൂടെ എല്ലാവരും ഉറക്ക പറഞ്ഞേ, ജഗ്. ഇതെന്താണ്? ജഗ്. ജഗിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? ഫസ്റ്റ് ലെറ്റർ എന്താണ്? ജെ. വെരി ഗുഡ്. ജെ ഫോർ ജഗ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, ജെ ഫോർ ജഗ്. ഓക്കെ, ഇപ്പൊ നമ്മള് ജെ ലെറ്റർ വെച്ചിട്ട് 4 വേർഡ്സ് പഠിച്ചു. ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? ജെ ഫോർ ജാക്ക് ഫ്രൂട്ട്. ജെ ഫോർ ജോക്കർ. ജെ ഫോർ ജീപ്പ്. ജെ ഫോർ ജഗ്. നമുക്കൊന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കിയാലോ? എന്റെ കൂടെ തന്നെ നിങ്ങളും പറയണേ. ജെ ഫോർ ജാക്ക് ഫ്രൂട്ട്. ജെ ഫോർ ജോക്കർ. ജെ ഫോർ ജീപ്പ്. ജെ ഫോർ ജഗ്. ഓക്കെ, ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. അതിൽ പേജ് നമ്പർ 6. അതിൽ ഏത് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്? ക്യാപിറ്റൽ ലെറ്റർ ജെ, സ്മോൾ ലെറ്റർ ജെ. ഓക്കെ, ജെ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സും അതിന്റെ പിക്ചേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ജാക്ക് ഫ്രൂട്ട്, ജോക്കർ, ജഗ്, ജീപ്പ്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഇവിടെ താഴെ ജെ ലെറ്റർ എഴുതാനുള്ള ബോക്സ് കൊടുത്തിട്ടുണ്ട്. ജെ ലെറ്റർ എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ ലെറ്റർ ജെ എങ്ങനെ എഴുതാം? സ്റ്റാൻഡിംഗ് ലൈൻ, അപ്വേർഡ് കർവ്. ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ ജെ. ഇനി സ്മോൾ ലെറ്റർ ജെ എങ്ങനെ എഴുതാം? സ്റ്റാൻഡിംഗ് ലൈൻ, അപ്വേർഡ് കർവ്. ഒരു ഡോട്ട് കൊടുത്താൽ എന്തായി? സ്മോൾ ലെറ്റർ ജെ. അപ്പൊ നിങ്ങൾ ആദ്യം സ്ലേറ്റിൽ നന്നായിട്ട് എഴുതി പഠിക്കുക, എന്നിട്ട് ടെക്സ്റ്റ് ബുക്കിൽ എഴുതാട്ടോ. ഓക്കെ, ജെന്റെ സൗണ്ട് എന്തായിരുന്നു? ജെ ലെറ്ററിന്റെ സൗണ്ട് എന്താണ്? എന്താണ്? ജെ സൗണ്ട് ജ്. ജെന്റെ സൗണ്ട് എന്താ? ജ്. ജെന്റെ സൗണ്ട് എന്താണ്? ജ്. ഓക്കെ,
അപ്പോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. Like and subscribe.